തങ്ങൾ പറഞ്ഞു, ഒരുപാട് ആളുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരുണ്ട്, നാം ഇസ്തിഗ്ഫാർ ചൊല്ലുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്. പക്ഷേ അത് സ്വീകരിക്കണമെങ്കിൽ ഏറ്റവും വലിയ ഡിമാൻഡ് എന്താ? നമ്മുടെ സമ്പത്ത് ഹലാലാവണം കേട്ടോ. പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു മാനത്തിന് 1 ലക്ഷം കൊടുത്തു, പക്ഷെ അത് പലിശയുടെ പണമുണ്ടോ? നിന്റെ ആ 1 ലക്ഷം നിനക്ക് ആഖിറത്തിൽ ഉപകരിക്കൂല. ഹജ്ജിന് പോയി 2 ലക്ഷം ലോൺ എടുത്ത് പലിശ കൊടുത്തതാണ്, നിന്റെ ഹജ്ജിന് ഫലമില്ല. കേൾക്കാൻ ചെറിയ വിഷയമാണെങ്കിലും വളരെ ഗൗരവം കൂടിയതാണ്. വെറും 2 ഈത്തപ്പഴം അറിയാതെ തിന്നുപോയതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ അദ്ഹം തങ്ങളുടെ 1 വർഷത്തെ അമൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. തന്റെ കുഞ്ഞുമോന്റെ വായയിൽ എങ്ങനെങ്കിലും മറ്റുള്ളവരുടെ മുലപ്പാല് കൊണ്ട് ഹറാം വന്നു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുൽ ഹറമൈനി തങ്ങളുടെ ഉസ്താദും വാപ്പയുമായ യൂസുഫുൽ ജുവൈനി തന്റെ മകനാകുന്ന ഇമാമുൽ ഹറമൈനിയുടെ വായയിലേക്ക് കൈയിട്ടുകൊണ്ട് ഛർദിപ്പിക്കുകയാണ്. ഒരു ആട് കാണാതായതിന്റെ പേരിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ ആടിനെ അറിയുന്നവരോട് ചോദിച്ച് ഒരു ആടിന്റെ ആയുസ് എത്രയാണെന്നറിഞ്ഞ് ആ ആയുസ് കാലം വരെ ആടിന്റെ മാംസം ഭക്ഷിച്ചിട്ടില്ല. എന്തേ? ഹറാം പോയിട്ടുണ്ടോ? ഒന്നിനും ഫലമില്ല കേട്ടോ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, വമത്അമുഹു ഹറാമുൻ വമൽബസുഹു ഹറാമുൻ വമശ്റബുഹു ഹറാമുൻ വഉദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക. ഒരാളെ ജീവിതത്തിൽ ഹറാം ഭക്ഷിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വസ്ത്രം ഹറാമായ വസ്ത്രമാണോ? അതുപോലെ തന്നെ പാനീയം ഹറാമാണോ? താമസിക്കുന്ന സ്ഥലം മസ്കനുഹു ഹറാം, വീട് ഹറാമുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവന്റെ സൽക്കർമ്മങ്ങളിലൊന്നും ഫലമില്ല കേട്ടോ. നാമൊക്കെ ഡീസന്റ് ഉള്ളവരാണ്, ആരുടെയും പിടിച്ചു പറിക്കുന്നില്ല. പക്ഷെ നാം അറിയാതെ ഹറാം കലർന്നു പോകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം, അല്ലേ? കടയിൽ പോയിട്ട് സാധനം വാങ്ങുമ്പോ എത്രയാ? മൈസൂർ പായത്തിന് 22 റുപ്യ. നോക്കട്ടെ, എടുത്ത് തിന്നുക. അടുത്തോൻ വരിക, ഓനും ഒന്നെടുത്ത് തിന്നുക. അടുത്തോന് മൈസൂരാ, നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ, ഓനെടുത്ത് തിന്നുക. 3 ആള് തിന്നവന്റെ. അങ്ങനെ 10 ആള് വന്ന 10 പഴം പോയില്ലേ? എനിക്ക് അരക്കിജന ഇഷ്ടായില്ലേ? ചെയ്യരുത്. നാം മനസ്സിലാക്കും, നമ്മളെ ഫ്രണ്ട്സ് അല്ലേ. അവൻ കൊണ്ടിടുന്നത് ക്യാഷ് കൊടുത്തുകൊണ്ടായിരിക്കും. കടല് പോവാ, കടല വെച്ചിട്ടുണ്ടോ അല്ലെ? ആ കടലിന്റെ മൂടിയാണ് തുറക്കാറുണ്ട്. എന്താ പച്ചക്കടല ചുവന്ന കടലാണ്, ടേസ്റ്റ് നോക്കിയിട്ട് കളർ അറിയില്ല. അങ്ങനെ ആവരുത്. നമ്മൾ കച്ചവടം നടത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ ഗൗരവം അറിയാ. അങ്ങനെ അറിയാതെ പലപ്പോഴും ഹറാം ഭക്ഷിച്ചു പോകുന്നുണ്ടോ? കടയിൽ പോയി ഒന്നിച്ച് ജുവല്ലറി സ്വർണ്ണം എടുത്ത്, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് ടെക്സ്റ്റൈൽസിൽ നിന്ന് നാം ഒരുപാട് ഡ്രസ്സ് എടുത്ത്, എന്നിട്ട് ലാസ്റ്റ് കൂട്ടിയിട്ട് 100 രൂപ കുറഞ്ഞു കിട്ടാൻ വേണ്ടി അവിടെ നിന്ന് വിലപേശ. ഓനിക്ക് താല്പര്യമില്ല, നമ്മൾ വിട്ടുകൊടുക്കൂല. നമ്മൾ വിട്ടുകൊടുക്കൂല, ഓനിക്ക് താല്പര്യമില്ല. 2 ആൾ അവിടെ തറക്കും. ലാസ്റ്റ് പോട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മനസ്സിൽ ഇഷ്ടമല്ല, ഇവനെ കൊണ്ട് കുടുങ്ങിക്കണ്. ഈ 100 രൂപ നീ എടുത്ത ഈ 10,000 വസ്ത്രത്തിലെ ഓരോ വസ്ത്രത്തിന്റെ ഓരോ അംശം, ആ വസ്ത്രം ഇടൽ നിനക്ക് ഹറാമാണ്. അവന് പൊരുത്തല്ലെങ്കിൽ 100 രൂപ വെച്ച് കാര്യമില്ല. മനസ്സിലാ പൊരുത്തം വേണ്ട, നാക്കിലല്ല പൊരുത്തം വേണ്ടത്, മനസ്സിലാണ്. അവന്റെ പോട്ടെ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഇവനെ കൊണ്ട് കുടുങ്ങിയതാണ്. ഇവനും കൂടി നോക്കി അടുത്ത കച്ചവടം ഇഷ്ടപ്പെടും. അത് ഞാൻ എല്ലാം ടേസ്റ്റ് നോക്കുക, പരമാവധി വിലപേശ ചെയ്യരുത്. നമുക്ക് പൊരുത്തം ഉണ്ടെങ്കിൽ ചെയ്യാന്നല്ലാതെ എല്ലാം. ഞാൻ എന്റെ സുഹൃത്തും കൂടിയിട്ട് നടനാണ്, ഫ്രൂട്ട്സ് വാങ്ങി എന്റെ മുമ്പ്. എന്റെ വീട്ടിലുള്ള സംഭവം, കൂടെയുള്ള ആളുകൾ പരിചയമുള്ള ആളും കൂടിയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു സൈസ് അല്ലാന്നേ ഉള്ളൂ. ഫ്രൂട്ട്സ് എന്താ, ആപ്പിൾ വാങ്ങിയിട്ട് 1 കിലോ തൂക്കിയതിന്റെ ശേഷം ആ ഷോപ്പിൽ നിന്ന് ഒരു ആപ്പിൾ എടുത്തിട്ട് അദ്ദേഹം പൊളിച്ച് 2 പീസാക്കി ഒന്ന് എന്റെ കയ്യിൽ തന്നു. ആകെ എന്ത് ചെയ്യാം, പൊളിച്ചിട്ടാ തരുന്നത്. എടുക്കലും 2 പൊളി ഒന്ന് എന്റെ കയ്യിൽ തന്നു. തൂക്കി കഴിഞ്ഞിക്കണ്. ഇപ്പൊ എന്താ ചെയ്യാ? പറഞ്ഞാ കേൾക്കൂല, നമുക്ക് തിന്നാൻ പറ്റൂല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അദ്ദേഹം കവർ തൂക്കി തന്ന കവർ എടുത്തിട്ട് ഇത് വണ്ടി എടുക്കാൻ പോയ സമയത്ത് ആ കവറിൽ നിന്ന് ഏറ്റവും വലിയൊരു ആപ്പിൾ നോക്കിയിട്ട് മെല്ലെ ആ ഷോപ്പിലാണ്ട് വെച്ചാണ്ട് പോയി. കാരണം അദ്ദേഹത്തിന് താല്പര്യം. ഇങ്ങനെ 4 ആള് 4 ആപ്പിൾ എടുത്ത പോലെ കിലോ ഒന്ന് പോയില്ലേ, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടാവോ? അങ്ങനെ എവിടെ നമ്മൾ കച്ചവടത്തിന് പോകുമ്പോഴും ഒരു സാധനം സെയിൽസ് ഒക്കെ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ ഹറാവ് വന്നു പോയാൽ ഇങ്ങനെ നമ്മുടെ പാടത്ത് കൂടെ നടക്കുമുണ്ടാവും ഒരു അടക്കന്റെ കൊല നമ്മുടെ ആ തോട്ടത്തിൽ വീണ് കിടക്കണം. അപ്പൊ സംശയം ഓൻ്റെതാ നമ്മളതാ
ഇതെങ്ങനെ വെച്ചാൽ ഇങ്ങനെയാണല്ലോ നിൽക്കുന്ന അടക്കം, കുറച്ച് ചെരിഞ്ഞിട്ടാണ് അടക്കം നിൽക്കുക, നമ്മൾ തന്നെ കാര്യം ഓർത്ത് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ അത് അവരത് ഇങ്ങോട്ട് വീണതാണെങ്കിലോ എന്നാ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അങ്ങനെയല്ല, അങ്ങോട്ട് വീഴേണ്ടതല്ല, അങ്ങോട്ട് വീണത് എങ്ങനെ, അങ്ങോട്ട് വീണ്ടതല്ലല്ലോ, ഇങ്ങോട്ടാണല്ലോ നമ്മളെ മനം ചെരിഞ്ഞിട്ടുള്ളത്. അങ്ങനല്ല, ആ ഒരു കൊലല്ല, അത് പോയിക്കോട്ടെ, അത് ഹറാമായി പോണ്ടല്ലോ എന്നൊരു ശ്രദ്ധ നമുക്ക് വേണം. 99% നമ്മുടേതും 1% മറ്റുള്ളതാവാൻ സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത വെച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കുക. അതാണ് മഹാന്മാരുടെ ജീവിതം. പഠിക്കുന്ന കാലത്തൊരു ഗ്രന്ഥത്തിലൊരു ചരിത്രം വായിച്ചിട്ടുണ്ട്, കിഫായത്തുൽ അദ്കിയിൽ തോന്നുന്നു. ഒരു മഹാൻ ഒരു യാത്ര പോകുമ്പോൾ ഒരു ബക്കറ്റ് ഒരു ഷോപ്പിൽ കൊടുത്തു, തിരിച്ചു വരുമ്പോൾ എടുക്കാൻ നിലക്ക്. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ആ ഷോപ്പിൽ 2 ബക്കറ്റ് ഒരേ കളറുള്ള. അപ്പൊ എടുക്കാതെ പോയി. അപ്പൊ ഷോപ്പുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ എടുത്തോളി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാണ്, വേണ്ട, രണ്ടും നിനക്ക് പൊരുത്തപ്പെട്ട് തന്നിക്കണെന്ന്. ആ ഷോപ്പുകാരന് പൊരുത്തപ്പെട്ട് കൊടുത്തിട്ടും എടുക്കാൻ മനസ്സ് തോന്നില്ല. അങ്ങനെ ഞാൻ എന്താവണം, ഹറാമെന്ന് മുക്തമായ ജീവിതമായില്ലെങ്കിൽ നമ്മുടെ ദുആന് ഇജാബത്തുണ്ടാവൂല. സ്വഹാബികൾ പ്രഗൽഭനായ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട അബൂ ദുജാന റഹിമഹുല്ലാഹ്. വലിയ മഹാനാണ് അബൂ ദുജാന റഹിമഹുല്ലാ. എന്നും സുബഹി നിസ്കാരം ഇങ്ങനെ പെട്ടെന്ന് വിട്ടുകൊണ്ട് പോകുന്ന കാണാം. എല്ലാ ദിവസവും മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പറഞ്ഞാൽ സടകുടന്ന് എഴുന്നേറ്റ് അതിൽ ചെയ്യാൻ നോക്കുന്നവരാണ് സ്വഹാബികൾ. അതവസരത്തിൽ ബഹുമാന അബൂ ദുജാന റഹിമഹുല്ലാ കഴിഞ്ഞ ഉടനെ നേരെ വീട്ടിലേക്ക് പോകുന്നത് കാണാം. ഇത് സ്ഥിരമായി കാണാൻ സാധിച്ചപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ അബൂ ദുജാന അലൈസലക ഇലല്ലാഹി ഹജ, നിനക്ക് നിസ്കാരത്തിന്റെ ശേഷം ദിക്ർ ചൊല്ലാനും സ്വലാത്ത് ചൊല്ലാനും അള്ളാഹുവിനോട് ദുആ ചെയ്യാനും എന്നുള്ള അള്ളാഹുവിലേക്ക് നിനക്കൊരു ആവശ്യവുമില്ലേ? നീ എന്തിനാണ് ഇത്ര പെട്ടെന്ന് ഉളരി പോകുന്നത്? അവിടുന്ന് അബൂ ദുജാന പറയുന്നു, നബിയേ, എനിക്കൊരു കാരണമുണ്ട്. ഇന്നദാരി എന്റെ അയൽവാസിയായ ഒരു ജൂതനുണ്ട്. ആ ജൂതന്റെ വീടിനോട് തൊട്ടരികിലാണ് എന്റെ വീടിന്റെ മുറ്റം ചേർന്ന് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നുള്ള തോട്ടത്തിലതാ ഈത്തപ്പഴം നല്ല പഴുത്തിരിക്കുന്ന സമയമാണ്. രാത്രിയിലതാ കാറ്റടിച്ച് വീശിയിട്ട് ആ ഈത്തപ്പഴം എന്റെ മുറ്റത്തിലേക്കാണ് വീഴുന്നത്. എന്റെ പൊന്നുമക്കളാണെങ്കിൽ ഭക്ഷണമില്ലാതെ രാത്രി വിശന്ന് കിടക്കുന്നവരാണ്. അവര് ഞാനെത്തുന്നതിന് മുമ്പായിക്കൊണ്ട് അതെടുത്ത് ഭക്ഷിച്ചു പോയാൽ എന്ന് പേടിച്ചുകൊണ്ടാണ് നിസ്കാരത്തിന് ശേഷം മുത്തുനബിന്റെ ചാരത്തുള്ള വലിയ ഫലമുള്ള ദുആ പോലും ക്യാൻസൽ ചെയ്തുകൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോയതെങ്കിൽ നമ്മുടെ ദിക്റിനും സലാത്തിനും മഹത്വം ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ ഭക്ഷണം ഹലാലാവണം കേട്ടോ.